ഇത് കിഡ്ഡി സ്കൂപ്പിന്റെ ഒരു പൊളിപ്പൻ വീഡിയോ ആണെന്ന് ഞാൻ പറയത്തില്ല. ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞങ്ങളിപ്പോ പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ എന്തെങ്കിലും ആഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് എന്തുവാ? അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഒരു 200 സംതിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കൂടുതലും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനെന്തായാലും നമ്മൾ ഉത്തരം പറയും. അപ്പൊ അതുപോലെ തന്നെ അതിനകത്ത് വന്നിട്ടുള്ള ബാക്കി ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതെന്താ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എങ്ങനെ ചെയ്തേക്കുന്നത് ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഞങ്ങളത് എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കാരണം അതുമാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തും, ഇവരെ അവരെ പരിചയപ്പെടുത്തും. നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം തരുന്നതായിരിക്കും. ഓക്കെ, എങ്കിൽ ആദ്യം റിച്ചുകുട്ടൻ പറയും. അപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട്. എന്റെ പേര് ഷർമിൻ ഷർമിൻ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 5 വയസ്സാണുള്ളത്. 5 വയസ്സോ 10 വയസ്സാണുള്ളത്. ഫ്രണ്ട്സ്, എനിക്ക് എപ്പോഴും തെറ്റും. 5 ക്ലാസ്സിലാകുമ്പോ എനിക്ക് എപ്പോഴും തെറ്റും. 10 വയസ്സുള്ള 5 ആയിപ്പോ. അത് മാത്രമേ ഉള്ളൂ പറയാൻ. എന്നാ 9 വയസ്സ് അല്ല 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നിങ്ങളുടെ സ്കൂളിന്റെ പേരും അതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഞാൻ പറയട്ടെ, എന്റെ പേര് മൈ നെയിം ഈസ് ഓർഹാൻ. വീട്ട് നെയിം ഈസ് സച്ചു. വീട്ട് നെയിം ഈസ് സച്ചു. അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. വീട്ട് നെയിം ഈസ് സച്ചു. വിച്ച് ക്ലാസ് ഓഫ് 2? ഫ്രണ്ട്സ്, സ്കൂളിൽ പഠിച്ച ഇംഗ്ലീഷ് അവൻ റൗണ്ട് ചെയ്ത് ആക്കി. എന്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഞങ്ങൾ ബദനി സ്കൂളിലാണ് പഠിക്കുന്നത്, വെണ്ണിക്കുളത്തെ. അപ്പൊ നിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞു. ചിലപ്പോ നിന്റെ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലായി. കാരണം നിന്റെ അത്ര ഇവന്റെ അത്ര വിവരം നമുക്ക് വേണ്ട, മലയാളത്തിൽ പറഞ്ഞു. എന്റെ പേര് ഓർഹാൻ. വീട്ടിൽ വിളിക്കുന്ന പേര് സച്ചു. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 8 വയസ്സുണ്ട്. 8 വയസ്സ്. ഞാൻ പിന്നെ ബദനി അക്കാഡമിയിലാണ് പഠിക്കുന്നത്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് റിച്ചു. അതപ്പോ 2 വർഷം കഴിഞ്ഞു. അപ്പൊ എന്റെയാണ് അവസരം. എന്റെ പേര് നിസ ഷമീം. ഞങ്ങള് പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ നേറ്റീവ് പ്ലേസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്റെ വീട് കോന്നിയാണ്, പത്തനംതിട്ട ജില്ലയിലെ. എന്റെ ഹസ്ബൻഡിന്റെ വീട് കോട്ടാങ്ങൽ എന്ന് പറയും. അത് എരുമേലിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് അത് പറയാൻ പറ്റാൻ ഞാൻ ഒരു വിഷമമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. അത് സാരമില്ല, നമുക്ക് പറയാം. എന്റെ കാര്യം പറയട്ടെ. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹൗസ് വൈഫ് മാത്രമല്ല, ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതൊരു നീതി മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി പോകെ ക്വസ്റ്റ്യൻസിലൂടെ ഞങ്ങളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ വീട്ടില് ആരൊക്കെയുണ്ടോന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് ഞാനും രുചിക്കുട്ടനും സച്ചിക്കുട്ടനും പിന്നെ വാപ്പി മാത്രമാണുള്ളത്. ഹസ്ബൻഡ് മാത്രമാണുള്ളത്. അപ്പം പേരൻസ് എല്ലാവരും രണ്ട് സ്ഥലത്താണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴി അറിയാൻ പറ്റും. അപ്പൊ പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, നീ എന്റെ മുഖം കാണിച്ചാ പോലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് വായിക്കാം ആദ്യം. ഇത്ര ചെറുപ്പത്തിൽ എന്തിനാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്? എന്താണ് റീസൺ? അപ്പൊ ഇതിന്റെ റീസൺ പറയാനാണെങ്കിൽ ഇത് നമ്മള് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം. നമ്മൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എല്ലാം നമ്മള്
ഇതിന്റെ ആൻസർ ഞാൻ പറയാം. ഇപ്പൊ ഉമ്മി പറയുന്നത് കണ്ടിന്യൂ ചെയ്തോട്ട്. അപ്പൊ നമ്മള് എന്തായാലും അതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഇവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നമുക്കത് പറയാം. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ടൊവിനോയെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് മാത്രമല്ല, സച്ചുക്കുട്ടനും ഉമ്മിക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ടൊവിനോ ഫാനാണ്. ചുമ്മാ കണ്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഒരു സാധനം പഠിച്ചിട്ട് പോകാനുള്ളതായിരുന്നു. അപ്പം എന്തായാലും ചുമ്മാ പോയിട്ട് ഒരു സുഖമില്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും പഠിച്ചിട്ട് പോവാൻ നോക്കി. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ സ്കില്ലോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആയിട്ട് അവരുടെ മുമ്പിലോട്ട് ചെല്ലാം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തി. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെന്നാൽ ചിലപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം നമുക്ക് ഈ ഫിലിം ഫീൽഡുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പൊ എന്റെ റിച്ചുകുട്ടിനെ ടോബി അങ്കിളിനോടുള്ള സ്നേഹം കാരണമാണ് ഞങ്ങള് എനിക്കായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നത്. പിന്നെ ഇതിലേക്ക് വരാൻ കാരണം പിന്നെ നമ്മൾ അങ്ങനെ തുടങ്ങി സൈക്കിളിൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാല് ഇച്ചിരി റെയർ ആണ് നമ്മുടെ സൈക്കിൾ സ്റ്റണ്ട്. കേരളത്തിൽ കുറവാണ് കുട്ടികൾ ഇന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പൊ പുതിയത് പഠിക്കാനും ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളല്ലേ, നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ആ ഒരു കാര്യം തിരഞ്ഞെടുത്തതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയതും. അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണോ, ഇത് ക്ലിയർ ആയി കാണോ ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി ഇവരുടെ ഫാദർ എവിടെയാണ്? അത് ഈ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനുമുള്ള ഒരു വലിയൊരു ഡൗട്ടാണ്. ഫാദർ ഇല്ലേ, ഫാദർ എവിടെയാണ്, എന്താണ് സ്ക്രീനിൽ കാണിക്കാത്തത് എന്നൊക്കെയാണ്. അതിനുള്ള ഒരു ഉത്തരം ഞാൻ പറയാം. ഉത്തരം എന്നല്ല, അതിന്റെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ ഒരാള്. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ പേര്, ഞങ്ങള് ഹസ്ബൻഡ് ഇല്ലാത്ത ആളല്ല, പിന്നെ വാപ്പി ഇല്ലാത്ത മക്കളും അല്ല, ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര് ഷമീം കെ ഷാജഹാൻ എന്നാണ്. പുള്ളി ഞങ്ങൾക്കൊരു ക്യാമറാമാൻ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിലേക്ക് വരും. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്യാമറാമാൻ ആവശ്യമാണല്ലോ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഞങ്ങളുടെ ക്യാമറാമാനുമായിട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് ഞങ്ങളെ എല്ലാരെയും ബോൾഡാക്കി ഞങ്ങളെ എല്ലാത്തിനെയും പ്രാപ്തമാക്കി ഞങ്ങളെ ഇങ്ങനെ നിർത്തുന്നത് ഞങ്ങളുടെ വാപ്പി തന്നെയാണ് അല്ലേ? അപ്പൊ ആ പുള്ളി പൊളിയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അറിയുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പം ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം. ഇവരുടെ വാപ്പി ഉണ്ട്. അപ്പൊ ഇനി ആ ഒരു ഡൗട്ട് നിങ്ങൾ ആരും ചോദിക്കത്തില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ വരും, ഇൻഷാല്ലാ വരും. പിന്നെ അത്യാവശ്യം ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിച്ച് അത് വേണമെങ്കിൽ പിൻ ചെയ്തോ. അപ്പൊ നമുക്ക് നോക്കാമല്ലോ ആരൊക്കെ നമുക്ക് ഇൻട്രസ്റ്റോടെ അത് കാണുന്നുണ്ടെന്ന്. ഒരു വീഡിയോയില് ഇവരുടെ വാപ്പിയുണ്ട്. അപ്പം എങ്ങനാ സെലക്ട് ചെയ്യുമല്ലേ? അപ്പൊ അല്ല, അവൻ എന്താ പറയാനുണ്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് പിൻ ചെയ്യണം. അപ്പൊ എന്തെങ്കിലും ഒരു അല്ല, അപ്പൊ നമുക്കൊരു സന്തോഷമല്ലേ, അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര്, അപ്പൊ എത്ര പേര് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാല്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? കുട്ടികളുടെ നെയിം എന്താണ്, അവരുടെ എയിം എന്താണ്? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനുമാണ് ചോദിച്ചിരിക്കുന്നത്. കുട്ടികളുടെ നെയിം റിച്ചു, സച്ചു അല്ലെങ്കിൽ ഇഷാൻ, ഓർഹാൻ, അതാണ് പേര്. ഇനി എന്റെ എയിം ഞാൻ പറയാം. എന്റെ എയിം വെച്ചാൽ ഒളിമ്പിക്സിൽ എത്തുക എന്നാണ്. രണ്ട് എയിം ഉണ്ടായിരുന്നു. ആദ്യത്തെ ടൊവിനോ കാണണം എന്നാണ്. ഇപ്പൊ രണ്ടാമത്തെ എയിം എന്തോ ഒളിമ്പിക്സ്. അപ്പൊ നിനക്ക് എന്തെങ്കിലും എയിം ഉണ്ടോ? എയിമില്ലേ? ഏതാ? അത് 2 ടിക്കറ്റ് എടുത്തോ? സാരമില്ല, നീ അങ്ങ് പറഞ്ഞോ. നീ പറഞ്ഞു നിന്റെ എയിമല്ലേ, പറഞ്ഞോ. കഴിഞ്ഞു. പിന്നെ ഒരു ആഗ്രഹം കൂടെ ഫ്ലൈറ്റിൽ കയറണം. എയിം ചോദിച്ച ഫ്ലൈറ്റിലല്ല, പൈലറ്റ് ആണോ ഉദ്ദേശിച്ചത്? അതിന്റെ അത് ലാസ്റ്റ് ഇത് മുമ്പത്തെ ഉള്ളത് ഒളിമ്പിക്സ്. അത് കൊള്ളാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. അവൻ ഒളിമ്പിക്സ് ആണ്. ഇവർ രണ്ടുപേരും ഒളിമ്പിക്സ് ഒരു ലക്ഷ്യമാണ്. നമുക്ക് എല്ലാത്തിനും ആഗ്രഹം മാത്രം പോരാ, പ്രയത്നവും വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ 3 പേരുടെയും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? അത് നീ പറഞ്ഞു. ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എപ്പോഴും ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെയാണ്.
ഉമ്മി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസിന്റെ ആൾക്കാരൊക്കെയാണ്. പിന്നെ ഇവൻ ഇതിനേക്കാൾ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ത് സച്ചു? മുട്ടായി. അത് കാര്യമുള്ളൂ. അപ്പൊ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഇവന്റെ പല്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം അത് സത്യം പറഞ്ഞാൽ മുട്ടായി തിന്നിട്ടാണോ എന്തുവാണെന്നുള്ളത് പടച്ചോനറിയാം, എനിക്കറിയത്തില്ല. അപ്പം അതും ഒരു ഉത്തരവായിട്ട് ഞങ്ങൾ പറയുന്നു. അപ്പൊ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാല് ക്വസ്റ്റ്യൻ അടുത്തത്, കുട്ടികളുടെ സ്റ്റണ്ടിങ് പഠിക്കാൻ എത്ര ദിവസം വന്നു? ദിവസമോ? അയ്യോ, നമ്മള് ദിവസം പറയാൻ പറ്റത്തില്ല, വർഷം പറയാം. നമ്മള് ചുമ്മാ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ചെയ്ത് നോക്കി. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ദിവസമൊന്നും നമ്മൾ എണ്ണാറില്ല. ദിവസം എന്നല്ല, ഓരോ സ്റ്റണ്ട് പഠിക്കുന്നതിനും ഓരോരോ കണക്കുകളാണ്. ചിലപ്പോ ഒരു സ്റ്റണ്ടിക്ക് ഒരു വർഷമൊക്കെ എടുക്കും. നമ്മള് ഓരോ വീഡിയോ നമ്മൾ ഇടുമ്പോഴും ഓരോ കമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതെന്താ ചാട്ടമല്ലേ ഉള്ളൂ, മറിച്ചിലുള്ളൂ, സെയിം അല്ലേ ഉള്ളൂ, മാറ്റി പിടിക്കാൻ എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇവർ ഇത്രയും ഏജ് കുറവുള്ളവരാണ്. ഇത് ഓരോന്നും പഠിക്കാൻ ഒരുപാട് സമയവും ഒരുപാട് ഹാർഡ് വർക്കും ചെയ്തിട്ടാണ് അവരത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അത് ഒരു വർഷം, ഞങ്ങൾ ഏകദേശം 2 വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എല്ലാം കൂടെ 2 വർഷമായിട്ട്. അപ്പൊ നമ്മളത് ചുമ്മാ ഇത് പറയുന്നത് ഇവനെ അത്ര വലിയ കാര്യമാക്കണ്ടായിട്ട്. അപ്പൊ 2 വർഷമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടീസ് മുഖ്യം മികിലേ, അല്ലേ? പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതെ. അപ്പൊ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര കോമഡിയാണ്. താത്ത, ഇങ്ങക്ക് ചെറുപ്പത്തിൽ സർക്കസിന് താല്പര്യം ഉണ്ടായിരുന്നു? പിന്നെ സർക്കസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് ചെയ്യിപ്പിക്കുന്നതൊന്നും സർക്കസിനോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. നമുക്ക് ആ ഒരു സമയത്ത് ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു പെർഫെക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അത് നമ്മൾ ഇറങ്ങി നടന്ന് അത് മക്കളുടെ കൂടെ ചെന്ന് ചെയ്ത് അത് വിൻ ആവുമ്പോഴുള്ള ആ ഒരു സന്തോഷം അനുഭവിച്ചറിയുന്നവർക്കറിയാം സർക്കസിനോടുള്ള ഇഷ്ടമല്ല ഇതൊന്നുമാണ്. സ്പോർട്സും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന്റെ ഒരു എല്ലാത്തിനും അതിൻ്റെതായ ഏതൊരു ജോലിക്കും അല്ലെങ്കിൽ ഏതൊരു ആക്ടിവിറ്റീസിനും അതിൻ്റെതായ വാല്യൂ എല്ലാം ഉണ്ട്. അപ്പം സർക്കസിൽ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു കോമാളിയോ ഒരു സർക്കസുകാരിയോ എന്തെങ്കിലുമൊക്കെ ആവും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നേ. പിന്നെ അപ്പം അതിനൊരു ഉത്തരവാദിത്വം വിചാരിക്കുന്നു. പിന്നെന്താ, നീ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നീ ഇന്നത്തേക്ക് ചേച്ചി ഒരു ട്രെയിൻഡ് അത്ലറ്റ് ആണോ? ആൻഡ് ഹൗ യു ട്രെയിൻഡ് യുവർ ചിൽഡ്രൻ ലൈക്ക് ദിസ്? അത്ലറ്റ് ആണോ എന്ന് സത്യം പറഞ്ഞുണ്ടല്ലോ, മര്യാദയ്ക്ക് ഓടാനോ അല്ലെങ്കിൽ നടക്കാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്തെങ്കിലും ആയത് ഇവരുടെ കൂടെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ്. അവരെ ട്രെയിൻ ചെയ്ത് ഇപ്പൊ ഞാൻ മാത്രമല്ല ഇതിനൊക്കെ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. പുള്ളി ഒരു അത്ലറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ആ ഒരു എനർജിയാണ് ഞങ്ങളിലേക്ക് തരുന്നത്. അതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവല്യൂഷൻ ഏതോ സിനിമ ആണ് എന്റെ എവല്യൂഷൻ. പ്രേമലു ആണോ? അപ്പൊ അതാണ് അതിന്റെ കാരണം. അല്ല, അത്ലറ്റ് ആയിട്ടൊന്നും അല്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ ഓടാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതല്ല. ഇതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. എന്നെ അറിയുന്നവരും എല്ലാം ഈ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. അപ്പൊ എനിക്ക് ചുമ്മാ ഒരു തള്ളലിന് വേണ്ടി വന്നിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പൊ ഇതൊക്കെ സത്യമാണ്. ഒരു അത്ലറ്റും അല്ല, നല്ല സാധാരണ എല്ലാ നാണങ്ങളും ഇത് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പേടിയുള്ള ഒരു സാധാരണ ഉമ്മയായിരുന്നു. അതൊക്കെയാണ് നിൽക്കട്ടെ. അതൊക്കെ നമ്മൾ മാറി ചേഞ്ച് എന്ത് എവല്യൂഷൻ ലോകം പറയുന്ന പോലെ മാറ്റാൻ അനിവാര്യമാണല്ലോ. അപ്പൊ പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, സച്ചൂട്ടനെ എന്താ പുതിയതൊന്നും പഠിപ്പിക്കാത്തത്? സ്റ്റണ്ട് അല്ലാതെ വേറൊന്നും. ഫസ്റ്റ് ഈ സാധനം ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാമായിരിക്കും. ഇതിനകത്തിൽ ചിലപ്പോൾ റിച്ചും ഞാനും അടങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. ആ വീഡിയോയ്ക്ക് ഇരിക്കുന്ന സമയം പോലും അവൻ ഈ ഞൊളച്ചായിരിക്കും. ഇവനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കിട്ടണമെങ്കിൽ വലിയ പാടാ. വീട്ടില് പോലെ ഓടി നടക്കുമല്ലേ. പിന്നെ കാര്യം ഇവന്റെ കുഞ്ഞുമാണ്, ഇവന്റെ സൈസ് ഒക്കെ വളരെ കുറവായത് കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി ട്രെയിൻ ചെയ്യിപ്പിക്കാൻ തോന്നുന്നു. ആ ശരി, വലിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവനെ ഇട്ടിട്ട് പഠിപ്പിക്കേണ്ടി വരും. അടങ്ങിയിരിക്കത്തില്ല. പിന്നെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോവാലോ അല്ലേ? ഇനി എന്തിനും പറയാനുണ്ടോ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്,
മക്കളെ ഉപ്പാനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഉമ്മച്ചി ചെറുപ്പത്തിൽ ഇതുപോലെ ആക്റ്റീവ് ആയിരുന്നു? ഒരിക്കലും അല്ല കേട്ടോ, ഞാൻ ആക്റ്റീവേ അല്ല. ഒരു പുസ്തകം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തലയും കുനിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവിടുന്ന് ഞാൻ ഇപ്പൊ എന്തെങ്കിലും മാറ്റം എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടായ മാറ്റമാണ്. അപ്പം അതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഒരിക്കലും ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് പടങ്ങിയിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് വേറെ കാര്യം. അത് കമന്റിൽ എല്ലാവരും പറയാറുണ്ട് കുറച്ച് ഓവറാണെന്ന്. പക്ഷെ നമുക്കറിയാം, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല നമ്മളൊന്നും ചെയ്യുന്നത്. അവരെന്തെങ്കിലും സക്സസ് ആവുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സന്തോഷമാണ് ചിലപ്പോ പ്രകടിപ്പിക്കുന്നത്. കുറച്ചൊക്കെ ഓവറായാലേ അത് അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അല്ല അതങ്ങനല്ല. സോറി, മക്കളുടെ ബർത്ത്ഡേ എന്നാണ്. ബർത്ത്ഡേ എന്നാ പറഞ്ഞു? ഓഗസ്റ്റ് 24. 2015 ഓഗസ്റ്റ് 24. അപ്പൊ ഇനി റിച്ചുപെണ്ണ് പറഞ്ഞു 2013 ഏപ്രിൽ 21. 21. അതെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, എങ്ങനെയാണ് കിഡ്ഡി സ്കൂപ്പ് എന്ന നെയിം ഇട്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ടോ. കാരണം നമ്മളെ നമ്മളെ എന്തെങ്കിലും ആക്കിയ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് അതെനിക്കിപ്പോ ഇവിടെ പറയാൻ പറ്റി. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഒരു ഫാമിലി ഫ്രണ്ട് എന്നൊന്നുമല്ല, ഒരു കസിൻ, നമ്മുടെ ഒരു കസിൻ ഉണ്ട്, പേര് ഫൈസൽ എന്നാണ്. അപ്പൊ അവനൊരു ടെക്കിയാണ്. അപ്പൊ അവനാണ് ഞങ്ങളുടെ എല്ലാവിധ ടെക്നിക്കൽ ആയിട്ടുള്ള പരിപാടികളും ചെയ്തു തരുന്നത്. അപ്പൊ നമ്മുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്ന നമ്പർ ഫൈസലിന്റെ ആയിരിക്കും. അപ്പൊ ഫൈസലും ഞങ്ങളും എല്ലാരും കൂടെ ഇരുന്ന് ആലോചിച്ച ഒരു പേരാണ്. ഇവരില്ല, നമ്മൾ മുതിർന്നവര്. അപ്പൊ ഇരുന്ന് ആലോചിച്ച് നമുക്ക് കിട്ടിയ ഒരു പേരാണ് കിഡ്ഡി സ്കൂപ്പ്. കിഡ്ഡി സ്കൂപ്പിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, കിഡ്ഡീസ് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള്, സ്കൂപ്പ് എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളില്ലേ, ഐസ്ക്രീം സ്കൂപ്പ് എന്ന് വെച്ചാൽ വലിയ വലിയ കൂട്ടം ഓഫ് കുട്ടികളുടെ എന്താ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ കുട്ടികളുടെ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, അതിനൊന്നും ഇല്ല, അതിന്റെ പേരിലൊന്നല്ലോ കാര്യം. കാര്യം എന്ന് പറഞ്ഞാൽ എന്തില്ല ചെയ്യുന്നില്ല. അതെ, നീ ഒന്ന് മാറിക്ക, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനെ. കൊറേ ഉണ്ട്. കുട്ടികൾ മദ്രസയിൽ പോകുന്നില്ലേ? മുടി ഇങ്ങനെ നീട്ടി വളർത്തുന്നോണ്ട് ചോദിച്ചതാ. തീർച്ചയായിട്ടും അവർ മദ്രസയിൽ പോകുന്നുണ്ട്, പക്ഷെ അത് ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് മുടി വെട്ടുന്നത് സീനല്ലാത്തത്, മുടി വളർത്തുന്നത്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വർക്കൗട്ട് റുട്ടീൻ പറയാമോ? വർക്കൗട്ട് റുട്ടീൻ പറയാമെന്ന് വെച്ചാൽ നമ്മള് വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ നമ്മള് എല്ലാ ദിവസവും 1 മണിക്കൂർ ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കും. കാരണം അത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അവരെടുത്ത് പറഞ്ഞു കേട്ടോ, ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. അത് ചെയ്യുന്നത് കൃത്യമായ ഒരു കൗണ്ടിലും ആയിരിക്കും. എല്ലാ വർക്കൗട്ടുകളും കൃത്യമായ ഒരു കൗണ്ടിൽ തന്നെ ചെയ്യിപ്പിക്കും. പിന്നെ ഈ 1 മണിക്കൂർ നടക്കാണ് നമ്മള് വീഡിയോയും എല്ലാം ചെയ്യിപ്പിക്കുന്നത്, എടുക്കുന്നത്. അപ്പം ആ ഒരു മണിക്കൂർ ഒന്നും എടുക്കത്തില്ല, 1/2 മണിക്കൂർ. അതായത് മൊത്തം കൂടി നമ്മൾ വീഡിയോ എടുക്കാനും എല്ലാ വർക്കൗട്ടും 1 മണിക്കൂർ, ദിവസത്തിൽ 1 മണിക്കൂർ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ വായിക്കോ. പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ടോ? നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കാറുണ്ടോ? ഒന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം നമ്മുടെ സ്വന്തം മക്കളായതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മൾ അതിനാവശ്യമായ എല്ലാ പ്രിക്കോഷൻസും എടുത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അവരല്ലാതെ ചെയ്യാൻ അവർ പ്രാപ്തരാണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് നമ്മളല്ലാതെ വീഡിയോസ് ഇടുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്താ അത് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അവർ നല്ലതായിട്ട് പ്രിക്കോഷൻസ് എടുത്ത് തന്നെയാണ് പിന്നെ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണല്ലോ വേണ്ടത് അല്ലേ? എല്ലാം ഏതൊരു കാര്യത്തിലും. പിന്നെ അതൊരു പറയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരാനോ അത് ഇന്നത് കൊണ്ട് മാത്രമേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഫുൾ പ്രിക്കോഷൻസ് ചെയ്തോണ്ട്
നമ്മളൊരു കാര്യം ചെയ്താലും വരണമെന്നുള്ള കാര്യം വരാതിരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നല്ല, എല്ലാ പ്രിക്കോഷൻസ് എടുത്ത് തന്നെ പഠിക്കണം. പിന്നെ പ്രാർത്ഥനയും നമ്മുടെ ഒരു ഭാഗ്യവും എല്ലാം കൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് നോക്കട്ടെ, ഇത്താക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത്താക്ക് സച്ചുക്കുട്ടനിലും റിച്ചുക്കുട്ടനിലുള്ള പോസിറ്റീവ് കാര്യവും നെഗറ്റീവ് കാര്യവും പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. അപ്പൊ ആദ്യം സച്ചുക്കുട്ടന്റെ നെഗറ്റീവ് പോസിറ്റീവ് പറയാം, പിന്നെ റിച്ചുവിന്റെ പറയാം അല്ലേ? എന്റെ പറയാനായിരിക്കും സാറിയില്ല. അപ്പൊ സച്ചുക്കുട്ടന്റെ നെഗറ്റീവ് പറയാനാണെങ്കിൽ പോസിറ്റീവ് പറയാനാണെങ്കിൽ ആദ്യം പോസിറ്റീവ് പറയാം. അവൻ ഭയങ്കര സ്നേഹമുള്ള ഒരു കുഞ്ഞാണ്, ഭയങ്കര സ്നേഹമാണ്. അത് അനുഭവിക്കുന്നവർക്കറിയാം, അതൊരു വല്ലാത്തൊരു സ്നേഹമാണ് അവനത്. പ്രകടനങ്ങളും ഭയങ്കരമാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാല് എന്ത് കാര്യം പറഞ്ഞാലും, അവനോട് പറ്റുന്ന എന്ത് കാര്യം പറഞ്ഞാലും അവൻ അപ്പ ചെയ്യും, ഓൺ ദ സ്പോട്ടിൽ ചെയ്യും. പിന്നെ അതെന്താണെന്ന് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അപ്പൊ രണ്ട് കാര്യങ്ങളായാലോ. ഒന്ന് സ്നേഹം കൂടുതലാണ്, പിന്നെ രണ്ടെന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും കടപടയും ചെയ്യും. അതിന്റെ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഭയങ്കര ചെലപ്പാണ്. ചെലപ്പെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബഹളം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നെഗറ്റീവ് എന്താ? പിന്നെ ഇവനെ കുറിച്ച് പറയാൻ വേറെ ഒരു പോസിറ്റീവ് ഉണ്ട്, വലിയൊരു കാര്യം. ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര എന്ത് കാര്യവും എത്ര ഡിഫിക്കൽറ്റി ഉള്ളതാണെങ്കിലും അവൻ പെട്ടെന്ന് ചെയ്യും കേട്ടോ. അതും കൂടെ പറയണം. നെഗറ്റീവ് പറയാൻ വേറെ എന്ത് വേണം? നിന്റെ ഫുഡ് കഴിക്കത്തില്ല, ഭയങ്കര മടിയാ. അവനെ ഭയങ്കരമായിട്ട് ബഹളം വെക്കണം. ഇനി റിച്ചുവിന്റെ കാര്യം പറയാം. റിച്ചുവിന്റെ കാര്യം പറയാനാണെങ്കിൽ ആദ്യം പോസിറ്റീവ്, നല്ല സ്നേഹമുള്ള കുഞ്ഞാണ്. പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കാനും അങ്ങനെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ കൂടെ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമായിരിക്കും, മടിയനുമാണ്. മടി എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പറഞ്ഞ അവന്റെ വെയിറ്ററാണെന്ന്. അവന് ചില കാര്യങ്ങളിൽ ഭയങ്കര മടിയ അലസതയൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ്. എന്തോ സത്യമായിട്ടോ കമ്പാരിറ്റീവ്ലി ഇവനെക്കാളുന്നല്ല നല്ല പേടിയാണ്. അതൊരു നെഗറ്റീവാണ്, അത് ഞാൻ വിട്ടുപോയി. താങ്ക് യു. അപ്പൊ ഇനി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കും, അടിപൊളിയായിട്ട് എത്രയാ യൂട്യൂബിൽ നിന്ന്? നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് കാര്യമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി അല്ല എന്ന് ഞാൻ പറയുന്നില്ല, വരുമാനത്തിന് കൂടിയാണ്. പക്ഷേ നമ്മൾ വരുമാനത്തെ ഒരിക്കലും ഫോക്കസ് ചെയ്തല്ല എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്നത് ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പോൾ ഷോർട്ട് വീഡിയോസിന് യൂട്യൂബിനെ അറിയുന്നവർക്കറിയാം, ഷോർട്ട് വീഡിയോസിന് നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും വലിയ ഏണിങ്സ് കിട്ടത്തില്ല. അപ്പൊ നമ്മള് പൈസയ്ക്ക് വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു കാര്യം എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കാരണം കുറെ ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ പറയും പൈസയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ് കാണിക്കുന്നതെന്ന്. അപ്പൊ നമ്മള് ആ ഒരു മാനദണ്ഡം മാത്രമല്ല, ഈ വലിയ വീഡിയോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കൂടത്തുള്ളൂ. ഈ ഷോർട്ട് വീഡിയോസ് ചെയ്താൽ നമുക്ക് കുറവാണ്. ഏകദേശം ഒരു 8 to 10 8,000 to 10,000 രൂപയ്ക്ക് അടുത്താണ് കിട്ടുന്നത്. അത് ചില മാസങ്ങൾ കിട്ടാതിരിക്കും. നമുക്ക് ഈ അടുത്ത് തൊട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയത് പോലും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതാണ് യൂട്യൂബ് വരുമാനത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, കുറെ ഉണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്നാൽ നമ്മൾ വഴിമുട്ടി നിന്ന സമയം, അതായത് ഇനി ജീവിതമില്ല എന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഇപ്പോഴുള്ള ഹാപ്പി ലൈഫ് വരെ എങ്ങനെ എത്തി? ഇത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊന്നും ശരിക്കും അറിയാൻ, ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കൊന്നും അറിയാൻ പറ്റത്തില്ലായിരിക്കും. നമ്മൾ റിയാലിറ്റി ഷോയിൽ കണ്ടോണ്ടിരുന്ന ആരോ ആണ്. അപ്പൊ അവർക്ക് കുറച്ച് എന്തോ ഹിന്റ് കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ലൈഫ് എന്നല്ല, ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇപ്പം ക്യാഷ് ഉള്ളവരുടെ ആണെങ്കിലും ക്യാഷ് ഇല്ലാത്തവരുടെ ആണെങ്കിലും എങ്ങനെയുള്ള ജീവിതത്തിലാണെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ അതിജീവിക്കുന്നതിലാണ് നമ്മുടെ വിജയമുള്ളത്.
അപ്പം എന്റെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്റെ എന്താ മാസ്റ്റർ എന്തായിരുന്നു ഫീസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ 2 മക്കൾ തന്നെയാണ്. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ഓവർകം ചെയ്യും. കാരണം മക്കളെ കരുതി അടുത്ത് പിടിക്കുന്ന ഏതൊരമ്മയും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അതിൽ പരം വേറൊരു മരുന്നില്ല. ഞാൻ അതിജീവിച്ചതും ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ്. അപ്പം അതിനുള്ള ഉത്തരം കിട്ടിയാലോ? എല്ലാത്തിനും കാരണം എൻ്റെ മക്കൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെയാണ് സമയം ചിലവഴിക്കുന്നത്? ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ? അയ്യോ, രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, അത് നിങ്ങളുടെ കാര്യം. സമയം ചെലവഴിക്കുന്നത് സമയം ഇല്ല സത്യം ശരിക്കും പറഞ്ഞാല്. കാരണം രാവിലെ തുടങ്ങുന്ന പരിപാടി നമുക്ക് തീരുന്നത് എനിക്ക് തോന്നുന്നു രാത്രി കിടക്കാൻ നേരത്ത് മാത്രമാണ്. രാവിലെ എഴുന്നേക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, ഇവന്മാരെ വിളിക്കുന്നു, ഒരുക്കുന്നു, കുളിപ്പിക്കുന്നു, പോകുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഞാനും വർക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇറങ്ങി പോകുന്നു. പിന്നെ ഒരു സ്കൂൾ വിട്ട് വന്ന ഉടനെ ഇവർ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. വരുന്ന സമയം തൊട്ട് അവരുടെ കൂടെ പ്രാക്ടീസാണ്. പ്രാക്ടീസ്, വീഡിയോ എടുപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ വരുന്നത്. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, യൂണിഫോം ഇടുന്നു, സ്കൂളിൽ പോകുന്നു, ലഞ്ച് കഴിക്കുന്നു, സ്നാക്ക് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു. ഈ ഒരു കാര്യം ഒരു കാര്യം വിട്ടുപോയി, പല്ല് തേക്കുന്ന കാര്യം. അത് എല്ലാ സമയത്തും വിട്ടുപോയി. ഞങ്ങൾ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില സമയം പറഞ്ഞു വിടുന്നത്. പല്ല് വെച്ചാൽ ചോദിക്കണം ഓർക്കുന്നത്. അപ്പൊ അതൊരു കാര്യമുണ്ട്. അപ്പൊ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ചെറിയന്റെ പല്ലെന്താ ഇങ്ങനെ അടച്ചോന്നറിയാം കേട്ടോ. ഞങ്ങൾക്കും അറിയത്തില്ല ഇവന്റെ പല്ലെന്താ ഇങ്ങനെ. ഇതുവരെ ഒരെണ്ണം പറഞ്ഞും പോയിട്ടില്ല, ഒരെണ്ണം ഇതുവരെ വന്നിട്ടുമില്ല. ഇവന് പുതിയ പല്ല് ഇപ്പഴാണ്. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടിയത്. ഇനി വേണ്ട. വൈ ഡിഡ് യു ചേഞ്ച് ദ സ്കൂൾ? അത് അമ്മമാരെ അറിയുന്ന ആരോ ആണ്. നമ്മൾ നേരത്തെ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പൊ അത് മാറാൻ കാരണം എന്താ? മുടി, നമ്മുടെ മുടി അവിടെ ഹെയറും പിന്നെ അവരുടെ ആക്ടിവിറ്റീസിനോടുള്ള ഒരു സപ്പോർട്ടും. ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആക്ടിവിറ്റീസ് ഇവർക്ക് കളിക്കണം, കടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സ്കൂള് നല്ലതല്ല എന്നല്ല, ഇവർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ടിങ് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇവരെങ്ങനെ സ്റ്റണ്ട് പഠിക്കുന്നതെന്ന് എങ്ങനെ പഠിക്കും? ചെയ്ത് പഠിക്കും. അങ്ങനെയാണ്. പ്രാക്ടീസ് ആണ് സ്റ്റണ്ട് പഠിക്കാൻ വേണ്ടത്. അതിനപ്പുറം വേറെ ഒന്നും ഇല്ല. I like your videos, but one thing, just give them the safety gear before doing these risky shots. It's not a question, it's a request. ആ റിക്വസ്റ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ പിന്നെയും പറയുവാണ്, സത്യമായിട്ട് ഞങ്ങൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉപയോഗിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവരെ അല്ലാതെ ചെയ്യും എന്നുള്ള കോൺഫിഡൻറ്റ് വരുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം ഇനിയും പിന്നെ ഒരു കാര്യം, ഫ്ലിപ്പ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതും കൂടെ നിങ്ങളത് കരുതണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആ ചെറിയ മകൻ എനിക്ക് ഞങ്ങളുടെ കുരുപ്പില്ലാതെ ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല കേട്ടോ. പിന്നെ ആരോട് വഴക്കുണ്ടാക്കും, ആരോട് വെള്ളം ചോദിക്കും. അയ്യടാ, ജോലി ചെയ്യിപ്പിക്കാനാണോ? പോട്ടെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടീച്ചറാണോ? ബെസ്റ്റ്. കണക്കെന്ന് കേട്ടാ എനിക്ക് പേടിയാ. ഞാൻ അതിന് ടീച്ചറാവാൻ പഠിക്കാൻ പോകുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളെ മുടി വളർത്തുന്നത് എന്നാണ്? അത് നമ്മളൊരു ചേഞ്ചിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പണ്ട് മുതൽ ഇവര് മുടി വളർത്തും. പിന്നെ ഇവരൊരു ഫിലിമിന്റെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഹെയർ ഉള്ളതായിരുന്നു. അത് കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ഉള്ളത് കൊണ്ട് പിന്നെ മുടി വെട്ടാത്തതാണ്. എന്തായാലും ഒരു ചേഞ്ചസ് ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾ ദുബായിൽ വരുന്നുണ്ടോ? ഉറപ്പായിട്ട് വരുന്നുണ്ട്. വരുമ്പോ ആരാ യൂസർ നെയിം ഇല്ല കേട്ടോ. യൂസർ UI60. ഞങ്ങൾ വരുമ്പോൾ വിളിക്കാനുള്ള കോണ്ടാക്ട് നമ്പറും അതിലോട്ട് മെൻഷൻ ചെയ്തേക്കണം. ഉറപ്പായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കമന്റ് ചെയ്തേക്കണേ. ഇവരുടെ ക്രിസ്മസ് എക്സാം റിസൾട്ട് പറയാവോ? അത് പറയണമല്ലേ. എന്താന്ന് വെച്ചാല് നമുക്ക് ഈ വർഷത്തെ ക്ലാസ്സസ് ഒരുപാട് ഇവർക്ക് മിസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 മാസത്തോളം ഇവർക്ക് ക്ലാസ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ കിട്ടിയിട്ടില്ല.
മാക്സി മാത്രമേ 50-50 ഉള്ളൂ. അപ്പം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ്. എങ്കിലും അവർക്കൊരു 80% അവർ മാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. കാരണം അവർ അത്രയും ഗ്രാസ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അവർ നല്ല പോലെ പഠിത്തത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷം. അപ്പൊ അടുത്ത question. ഞാൻ ഇല്ല. വായിക്കില്ല. ഈ കുട്ടികൾക്ക് റബ്ബർ പാലാണോ താങ്കൾ കൊടുക്കുന്നത്? റബ്ബർ പാൽ പോലും പോയിട്ട് സാധാരണ പാൽ പോലും ഞങ്ങൾ കൊടുക്കുന്നില്ലല്ലേ. അതിന്റെ അത് പോട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇല്ല. കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരങ്ങൾ കിട്ടി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ഇഷ്ടമില്ലാതെയോ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോസിന്റെ കമന്റിൽ കുറെ പേര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ കമന്റ് ഇടാവുന്നേ ഉള്ളൂ, ഇതിനൊന്നും ഉത്തരം കിട്ടത്തില്ലെന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടു. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ സൺഡേ ആണ്. ഞങ്ങൾ ഫ്രീ ആവുന്ന ആകെ ഒരു ദിവസം സൺഡേ മാത്രമാണ്. അപ്പൊ എല്ലാ സൺഡേയും ഫ്രീ അല്ല, ഞങ്ങള് സാറ്റർഡേ ഫ്രീ ആണ്. ഒന്നും ഫ്രീ അല്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുപാട് നന്ദി. നന്ദി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ. ബൈ.